നിറച്ചു പൊടിയാണ് ആന്റി. ഉണ്ണി പോയിട്ട് വൃത്തിയാക്കിയിട്ടേ ഇല്ല. നീ ആ പൊടിയിലൊന്നും ചെയ്യണ്ട, മരിയ നോക്കിക്കോളൂ. ഉണ്ണി ഇന്നും വിളിച്ചില്ലല്ലോ. ഉവ്വ, ജയ്സൽമാരിന്ന് കോളുണ്ടായിരുന്നു. ആരെ? ഉണ്ണിയോ? ഉണ്ണിയല്ല, ഉണ്ണിയുടെ പ്രൊഫസർ. ഉണ്ണി അവിടുന്ന് പോയി എന്ന് പറഞ്ഞു. പിന്നെ വിളിക്കാന്ന് പറഞ്ഞു. നീ എന്നോടത് പറഞ്ഞില്ലല്ലോ. അത് മേം സാബ് ഉറങ്ങായിരുന്നു. തിരിച്ചു വിളിക്കാൻ നമ്പർ വാങ്ങിച്ചോ? അത് മേം സാബ് ലൈൻ ക്ലിയറിലായിരുന്നു. അതുകൊണ്ട് മതി മതി. നീ എങ്ങനെ ഇറസ്പോൺസിബിൾ ആയാലും എങ്ങനെയാ? ആ, ചീഫ് ജസ്റ്റിസ് വിളിച്ച കോൺഫറൻസിന്റെ കാര്യങ്ങളൊന്നും ഇനി മറക്കണ്ട. വേഗം റെഡി ആയിക്കോളൂ. മിത്രമോൾ ഇവിടെ കാണണം. ഇന്ദിനോട് ഞാൻ വിളിച്ച് പറയാം. ആന്റി വരാൻ കുറച്ച് താമസിക്കും. ശരി ആന്റി. Come on, fast! Take position! ഇന്റലിജൻസ് ഹെഡ്ക്വാർട്ടേഴ്സിൽ നിന്ന് ഒരു അർജന്റ് മെസ്സേജ് ഉണ്ടായിരുന്നു. നോർത്തേൺ ബോർഡറിൽ നിന്ന് BSFന്റെ ഒരു ഹോട്ട്ലൈൻ അവർക്ക് കിട്ടി. ബോർഡറിൽ വെച്ച് ഷുഗർ കെയിൻ കയറ്റുവന്ന ഒരു ട്രാക്ടർ സംശയം തോന്നി ചെക്ക് പോസ്റ്റിൽ തടഞ്ഞു. പക്ഷേ അവർ രക്ഷപ്പെട്ടു. ഹ്യൂമാനി ടൈഗർ ഫോഴ്സിന്റെ ആളുകളാണെന്ന് സംശയിക്കുന്നു. ചിലപ്പോൾ ഒരു അറ്റാക്ക് ഉണ്ടായേക്കാം. ഇനിയൊരു ട്രാജഡി സംഭവിക്കരുത് ശ്യാം. സാർ, കഴിഞ്ഞ ദിവസം രാത്രി മേം സാബിന്റെ വീട്ടിലും അങ്ങനെ ഒരു അറ്റാക്കിനുള്ള ശ്രമം ഉണ്ടായി. പക്ഷെ മേം സാബ് പോലും അത് അറിഞ്ഞിട്ടില്ല. ആരാണെന്ന് അറിയാൻ പറ്റിയോ? ഒരുത്തനെ വെടിവെച്ച് വീഴ്ത്തി. പക്ഷെ അവനെയും കൊണ്ട് അവർ കടന്നു കളഞ്ഞു. ടൈഗർ ഫോഴ്സിന്റെ ആൾക്കാരാണെന്ന് ഞങ്ങൾ സംശയിക്കുന്നു സർ. ഇനിയും ഏത് നിമിഷവും എന്തും സംഭവിച്ചേക്കാം. യു മസ്റ്റ് ബി വെരി വിജിലന്റ്. സർ, ഐ വിൽ ഡു മൈ ബെസ്റ്റ്. ഗുഡ്. इन्हें लेके जाओ.
ഗേറ്റിൽ നിൽക്കുന്ന കരിമ്പോച്ചേന്ന് എസ്കേപ്പ് ചെയ്യാനാ ട്രിക്ക് വേണ്ടത്. അതിന് അയാളും നമ്മുടെ കൂടെ വരില്ലേ? ആ, അയാള് കൂടെ വന്ന ന്യൂ ഇയർ പ്രോഗ്രാം മിലിറ്ററി പരേഡ് ആകും. എങ്ങോട്ടാ? ഈ രാത്രി നിങ്ങൾ എവിടെയും പോണില്ല. താനാണോ നിശ്ചയിക്കുന്നത്? ആ അതെ, തൽക്കാലം ഞാൻ തന്നെ. മേം സാബ് കോൺഫറൻസ് കഴിഞ്ഞ് തിരിച്ചു വരുന്നത് വരെ. താൻ കയറി ഭരിക്കരുത്. ഇന്ന് ന്യൂ ഇയർ ഈവാ, അതെനിക്കറിയില്ലേ? അതൊന്നും എനിക്കറിയണ്ട. നിങ്ങൾ ദയവ് ചെയ്ത് അകത്ത് പോണം. ഇറ്റ്സ് എ റിക്വസ്റ്റ്. മിസ്റ്റർ ശ്യാം, ഞങ്ങൾക്ക് പോയേ പറ്റൂ. കമ്മിറ്റഡ് ഫംഗ്ഷനാണ്. ഡ്രാമ സ്കൂളിൽ ഇവിടെ ഒരു പെർഫോമൻസ് ഉണ്ട്. ലിസൺ, ഐ എം ഹെൽപ്ലെസ്. സ്വീഡിഷ് എംബസിക്ക് മുമ്പിൽ എന്തോ കുഴപ്പമുണ്ടായിട്ടുണ്ട്. വിജയ് ചൌക്കിലും അക്ബർ റോഡിലും പോലീസ് ഒരു റൗണ്ട് ഫയർ ചെയ്ത് കഴിഞ്ഞു. നിങ്ങളും കൂടെ വേണമെങ്കിൽ വന്നോളൂ. അതൊന്നും നടക്കില്ല. ഗേറ്റ് ലോക്ക് ചെയ്ത് കഴിഞ്ഞു. ഇനി മേം സാബ് വന്നിട്ടേ തുറക്കൂ. You brute. പ്ലീസ്. നിന്റെ ഈ അവസ്ഥ കണ്ടിട്ട് ആന്റിക്ക് എന്തുമാത്രം വിഷമമുണ്ടെന്നറിയൂ. ഒരു അറ്റാക്ക് കഴിഞ്ഞ ആളല്ലേ, അതെങ്കിലും ഓർക്കണ്ടേ? ട്രൈ ടു ഫോർഗെറ്റ് എവരിതിങ്. ഞാൻ എങ്ങനെയാ മറക്കേണ്ടത്? എന്താ മറക്കേണ്ടത്? ഈ വീട്ടിൽ വെച്ച് തന്നെ കൺമുൻപിൽ വെച്ച് എല്ലാം അവസാനിച്ചില്ലേ? ശരീരം മുഴുവൻ പൊള്ളത്തറച്ച് ആ മനുഷ്യനോട് നാത്തൂറാം എന്ത് തെറ്റാ ചെയ്തത്? Get out from here, you scoundrel!
മൈൻഡ് യുവർ വേർഡ്സ്. എനിക്ക് എന്റെ സുപ്പീരിയേഴ്സിന്റെ മുമ്പിൽ റിപ്പോർട്ട് സബ്മിറ്റ് ചെയ്യാനുള്ളതാണ്. ഇപ്പൊ ഈ വീടിന്റെ ഒരു സ്റ്റില്ലും പുറത്തു പോവില്ലല്ലേ? യു ഹിപ്പോക്രൈറ്റ്. വേണ്ട മാനസി, ഇയാളൊന്ന് ഇറങ്ങി പോകുന്നുണ്ടോ? തനിക്ക് എങ്ങനെ ഈ കുട്ടിയെ ഫേസ് ചെയ്യാൻ പറ്റുന്നു? എനിക്കറിയാം, താൻ മനഃപൂർവ്വം കൊന്നതാ. ഇങ്ങനെ ഒരു അവസരത്തിന് കാത്തിരിക്കായിരുന്നു അല്ലേ? എന്റെ ലൈഫാണ് നിങ്ങൾ സ്പോയിൽ ചെയ്തത്. യു മർഡറർ. I said shut your mouth. Don't exceed the limit. I was doing my duty when I killed him. And I'm right. Shyam. I'm sorry, sir. I'm sorry. നിങ്ങളുടെ സുപ്പീരിയേഴ്സ് നിങ്ങൾക്ക് മെഡൽ തന്നേക്കാം, പക്ഷേ ഈശ്വരൻ നിങ്ങൾ വെറുതെ വിടില്ല. ശ്യാമിനി ഇവിടെ നിൽക്കണമെന്നില്ല. നിങ്ങളുടെ സേവനം എനിക്കിനി ആവശ്യമില്ല. യു മേ ഗോ. മാനസി, ഇത്രയ്ക്ക് ഇമോഷണൽ ആവണ്ട. ചിന്തിച്ചു നോക്കിയാൽ ആർക്കും ഒരു തെറ്റും കാണാനാവില്ല. കയ്യിലൊരു പിസ്റ്റളോ ഒരു സ്റ്റെൻ ഗണ്ണോ ഉണ്ടായ ആരെയും കൊല്ലല്ലേ? ഹിറ്റ് ലിസ്റ്റിൽപ്പെട്ട ഒരു ജഡ്ജിന്റെ വീട്ടിൽ രാത്രി മതിൽ ചാടി വരുന്നവൻ ആരായാലും കമാൻഡോ വെടിവെച്ച് വീഴ്ത്തും. അതിനാണ് കമാൻഡോ നിർത്തിയിരിക്കുന്നത്. ഡിപ്പാർട്ട്മെന്റിന് മുന്നിൽ ശ്യാം ചെയ്തത് 100% ശരിയാണ്. ഇല്ല, ഞാൻ വിശ്വസിക്കില്ല. അയാൾ മനഃപൂർവ്വം കൊന്നത്. മോളെ, ഇരുട്ടിൽ അയാൾക്ക് നാഥുറാമിനെ തിരിച്ചറിയാൻ കഴിഞ്ഞില്ല. സ്റ്റേറ്റ്മെന്റിൽ ഡീറ്റെയിൽ ആയിട്ട് എല്ലാ കാര്യങ്ങളും ശ്യാം പറഞ്ഞിട്ടുണ്ട്. ചേച്ചി, ഈസ് എ ഡ്യൂട്ടി കോൺഷ്യസ് ഓഫീസർ. आ गया हमारा शार्प शूटर ब्लैक कैट श्याम. काला बिल्ला श्याम. ये अपने आप को बड़ा ही खूबसूरत समझता है बेचारा. ഒരിക്കൽ മേജർ സാറിന്റെ മോളെ പ്രേമിച്ചു. സാ പറഞ്ഞപ്പോ അവരെ പിടിച്ച് പുറത്താക്കി. ജഡ്ജിന്റെ വീട്ടിൽ ചെന്നപ്പോ അവരുടെ മോളെ വളയ്ക്കാൻ വേണ്ടി അവളുടെ കാമുകനെ കൊല്ലുകയും ചെയ്തു. ये जाम भी जाता है लड़कियों के पीछे हाथ धोकर पड़ जाता है. हाँ कुत्ते.